ഇന്ന് നമുക്ക് ഒനിയൻ പക്കവട തയ്യാറാക്കാം. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഉള്ളിപ്പക്കവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ ഉള്ളി ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് വലിയ ഉള്ളിയാണ്. ഇത് കൈവച്ച് നമുക്കിതൊന്ന് ഞെരടിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഞെരടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത്, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പക്കവട നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 1 സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കവടക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് അധികം നേരം ഒന്നും മാറ്റി വെക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് പക്കവടയാക്കി എടുക്കാം. പക്കവട തയ്യാറാക്കാൻ വേണ്ടി അത്യാവശ്യം ഓയിൽ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചെറു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ കൂട്ടിൽ നിന്ന് ഓരോ സ്പൂണും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പുറം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ. ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ പുറം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പക്കവടയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പക്കവട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.